നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞ് എനിക്ക് മുന്നിൽ ഒരു മൂടുപടം ഇടേണ്ടത് നിന്റെ ആവശ്യമായിരുന്നു. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. അല്ല ശാലിനി, അത് കേറിപ്പോ. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഹർഷൻ US എവിടാണെന്നാ പറഞ്ഞത്? ന്യൂയോർക്കിലാ. അവിടെയൊക്കെ എനിക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്, തപ്പിയെടുക്കാം. അല്ല മധുശ്രീ, ഹർഷം പെട്ടെന്ന് വരുന്നത് കൊണ്ട് മധുശ്രീക്ക് എന്താ ഗുണം? ഞാൻ കുറച്ചു കാലം ഇവിടെ വിഷ്ണുവേട്ടന്റെ ഭാര്യയാണെന്ന് തെളിയിച്ചാലല്ലേ മധുശ്രീയുടെ ലക്ഷ്യം നടക്കൂ. നീ ഇവിടെ കുറച്ചേറെ കാലം തിരിഞ്ഞു കളിച്ചത് കൊണ്ട് എനിക്ക് മെച്ചമൊന്നുമില്ല. നീ തന്നെയാ വിഷ്ണുവിന്റെ ഭാര്യ എന്ന് സ്ഥാപിക്കാൻ ഒരു പെണ്ണ് മനസ്സ് വെച്ച ഒരാഴ്ച വേണ്ട, ഒരു നിമിഷം മതി. ഞാൻ അങ്ങോട്ട് നിനക്കൊരു ഉപകാരം ചെയ്യുമ്പോ തിരിച്ചാ ഉപകാരവും നന്ദി ഞാൻ പ്രതീക്ഷിക്കുന്നു. മനസ്സിലായല്ലോ? എത്രയും പെട്ടെന്ന് വിഷ്ണുവിന്റെ ഭാര്യ നീ തന്നെയാണെന്ന് എല്ലാവർക്കും മുന്നിൽ സ്ഥാപിക്കണം, എല്ലാ അർത്ഥത്തിലും. സമ്മതമാണെങ്കിൽ പറയണം. മനസ്സിലായി. പക്ഷേ ഹർഷം മടങ്ങി എത്തുന്നത് വരെ മാത്രമേ ഈ നാടകം തുടരൂ. നീ എന്തൊരു മണ്ടത്തരായി പറയുന്നേ? ഹർഷൻ തിരിച്ചു വന്നാ പിന്നെ ഈ നാടകത്തിന് പ്രസക്തിയുണ്ടോ? പക്ഷേ അതിനുള്ളിൽ നീ ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നടത്തി തരുമെന്ന എന്റെ പ്രതീക്ഷ. അതിലും മായം ചേർക്കരുത്. വാക്കുതാ. ദേ, നിന്റെ ഹർഷനെ എത്രയും പെട്ടെന്ന് തപ്പിപ്പിടിച്ച് തരാമെന്ന് ഉറപ്പാ ഞാൻ തന്നിരിക്കുന്നത്. അപ്പോ ഡീൽ. വിഷ്ണുവിന്റെ ഭാര്യയായി സ്ഥാപിക്കാനും ശാലിനിയെ പൊളിച്ചെടുക്കാനുള്ള ഒരവസരം പോലും ഇനി നീ പാഴാക്കരുത്. ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ. എന്നാ നീ വിട്ടോ. ഞാനിവിടെ നിന്നെ ഹർഷനെ ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്ന് ഓർത്തോണം. ആ ഉപകാരസ്മരണയിൽ വേണം നീ സത്യാമ്മയുടെ വീട്ടിൽ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. അവളുടെ ഒരു ഹർഷൻ, അവൻ ഇനി ഈ നാട് കാണില്ലടി. അമേരിക്കയിൽ തന്നെ ഒരു ഷൂട്ടൌട്ടിൽ പട്ടിയെ പോലെ വെടികൊണ്ട് ചാവും. മധുശ്രീക്ക് അവിടെയും ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞത് ചുമ്മാതല്ല. എങ്ങോട്ടാ പോണ്ടെന്ന് പറഞ്ഞില്ല? സത്യാമ്മയുടെ വീടറിയില്ലേ? അതാർക്കാ അറിയാത്തത്? അല്ല, കുഞ്ഞവിടുത്തെ വിഷ്ണുവിന്റെ ഭാര്യയായി സ്ഥാപിക്കാനും ശാലിനിയെ പൊളിച്ചെടുക്കാനുള്ള ഒരവസരം പോലും ഇനി നീ പാഴാക്കരുത്. കുഞ്ഞവിടുത്തെ ആരാന്നാ പറഞ്ഞേ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്നെ അവിടെ കൊണ്ട് വിട്ടാ മാത്രം മതി. ഓ, നിന്നെ ചതിക്കാൻ മനസ്സനുവദിക്കുന്നില്ല ശാലിനി. നെയ്വേച്ച പോലെയൊക്കെ നടക്കട്ടെ. കുഴപ്പമായല്ലോ.
തിരക്കടിച്ച് കാർത്തിക ഇങ്ങോട്ട് വിളിച്ചു വരുത്താനുള്ള തീരുമാനം മണ്ടത്തരമായെന്ന് തോന്നുന്നു. ഇവളുടെ റഡാറിൽ എന്തൊക്കെ പിടിച്ചെടുത്തിട്ടാണോ ഈ നിൽപ്പ്? നിന്ന് അപ്പൊ നീയാണല്ലേ ഇതിന് പിന്നിൽ കളിക്കുന്നത്? അതെ, ആരും അറിയില്ലെന്നാ കരുതിയത്. പക്ഷേ നീ ഇത്ര വേഗം കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. ഇനിയിപ്പോ എന്താ, ഇന്റർപോൾ വരുമോ? അതോ CBI മതിയോ എന്നെ അറസ്റ്റ് ചെയ്യാൻ? അല്ല, ഈയിടെ ലെബനനിലുണ്ടായ സ്ഫോടനത്തെ കുറിച്ചല്ലേ നീ ചോദിച്ചത്? ലോകം മൊത്തം അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാത്ത കുറ്റവാളിയെ നീ തിരിച്ചറിഞ്ഞല്ലോ ശാലിനി. വെൽഡൻ. ഒരു ഷേക്കാൻ്റെ കൊടുക്ക്. ഞാൻ ചോദിച്ചത് എന്താണെന്ന് നിനക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഒരു ജില്ലാ കളക്ടർ നേരിട്ട് പൊതുവഴിയിലിറങ്ങി അന്വേഷിക്കണമെങ്കിൽ വിഷയം ഏതായാലും നിസ്സാരമായിരിക്കില്ലല്ലോ. അതുകൊണ്ടാ ഞാനങ്ങ് ലെബനൻ വരെ പോയത്. പിന്നെ നിനക്കറിയേണ്ടത് ഒരു പക്ഷേ ഞാൻ സംസാരിച്ചവളെ കുറിച്ചായിരിക്കും. അവളെ പറ്റി എനിക്കൊന്നും അറിയില്ല. അവൾ എന്നോടൊരു അഡ്രസ് ചോദിച്ചു. എനിക്കത് അറിയാത്തത് കൊണ്ട് അവളെ പറഞ്ഞേക്കുകയും ചെയ്തു. അവളുടെ പേര് പോലും എനിക്കറിയില്ല. അപ്പൊ ശരി, പൊയ്ക്കോ. അല്ല, നിനക്ക് സംശയമൊന്നുമില്ലേ? നീ ഈ സിവിൽ സർവീസ് ട്രെയിനിങ്ങിന് ഉണ്ടായിരുന്നെങ്കിലും ക്രിമിനോളജിയെ പറ്റി ഒരു ചുക്കും അറിയില്ലാന്ന് തോന്നുന്നു. എത്ര സമർത്ഥനായ കുറ്റവാളിയും താൻ ഒളിപ്പിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന തെളിവുകൾ മറച്ചു വെച്ച ശേഷം അത് ഭദ്രമാണെന്ന് ഒന്നുകൂടി ഒന്ന് ഉറപ്പുവരുത്തും. ഭംഗിയുള്ള ഒരു മൂടുപടം അതിന് മീതെ ഉണ്ടെന്ന് ഉറപ്പാക്കും. അതാ നീ ഇപ്പൊ ചെയ്തത്. എനിക്ക് മുന്നിൽ നിഷ്കളങ്ക ചമയാൻ അങ്ങ് ലെബനൻ വരെ പോയ നിനക്ക് മടങ്ങിപ്പോന്നതിന് മുമ്പ് നീ സംസാരിച്ചു എന്ന് പറയുന്ന പെൺകുട്ടിയെ പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞ് എനിക്ക് മുന്നിൽ ഒരു മൂടുപടം ഇടേണ്ടത് നിന്റെ ആവശ്യമായിരുന്നു. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. അല്ല ശാലിനി, അത് കേറിപ്പോ. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.